മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഏജിലുള്ള പിള്ളേർ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ പിള്ളേരൊക്കെ ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ലൈക്ക് ട്രെയിൻ, ബസ്, അല്ലെങ്കിൽ ഒരു കോമൺ ഏരിയ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാത്രം ഒരു ലോകത്താണ് നിൽക്കുന്നത്, അല്ലേ? നിങ്ങൾ മാത്രം സംസാരിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവർ ചുറ്റുമുള്ളവർ ശരിയാണ്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിനാ മറ്റുള്ളവരാ നമ്മൾ നോക്കുന്നത്, നമുക്ക് നമ്മുടെ ഇത് ഓക്കെയാണ്. പക്ഷേ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള സിവിക് സെൻസ് നിങ്ങൾക്ക് വേണം. ലൈക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്ന് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ കുറേ ചെറുപ്പക്കാരുണ്ട്. അവിടെ നിന്ന് അവർ മറ്റുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കുന്നത്. ലൈക്ക് അവർ ഒച്ച വെക്കുന്നതെന്നോ ബഹളം വെക്കുന്നതെന്നോ പാട്ട് പാടുന്നതെന്നോ മാത്രമല്ല, ഇത് കൂടാതെ അതിനകത്തുള്ള ചില കപ്പിൾസ്, അതിനകത്തുള്ള ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള കപ്പിൾസ് ആയിരിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവിടെ നിന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവ്സ് ചെയ്യാണ്. അവർ പയ്യൻ അവിടെ ഇരുന്നിട്ട് പെണ്ണിനെ മടിയിൽ പിടിച്ച്, ഇത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബിങ് ആണ്. ചുറ്റും കുട്ടികളുണ്ട്, ചുറ്റും പ്രായമുള്ളവരുണ്ട്. അപ്പം അതിനെന്തിനാ ഞങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നതെന്നുള്ളത് ആ ആറ്റിറ്റ്യൂഡ് കൊള്ളാം, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ആറ്റിറ്റ്യൂഡ് മറ്റു കാര്യങ്ങളാണ് വേണ്ടത്. ഞാൻ പഠിക്കുന്നത് എന്താണെന്ന് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഇടുന്ന വസ്ത്രം എന്താണെന്ന് അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു പബ്ലിക് പ്ലേസിൽ ഉണ്ടാവുന്ന പെരുമാറ്റങ്ങൾ അത് ഒരു സിവിക് സെൻസിന്റെ ഭാഗമാണ്. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപ്പക്കാരാണെങ്കിൽ അവരുടേതായ മാത്രം ലോകത്തും അവർ ഒച്ച വെക്കുന്നു, പാട്ട് പാടുന്നത്, മറ്റുള്ളവർക്കുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അവരെ ബാധിക്കുന്നേ ഇല്ല. അങ്ങനെ ആവരുത്. എപ്പോഴും നമ്മൾ വെൽ ബിഹേവ്ഡ് ആയിരിക്കണം. ആൾക്കാരുടെ ഒരു കോമൺ പ്ലേസിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന, മറ്റുള്ളവർക്ക് ഡിസ്റെസ്പെക്റ്റ് ആവുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക. അതിപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ളവരായാലും അതിനെക്കാട്ടി കുറച്ച് മുതിർന്നവരായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കാവുന്നു. പിന്നെ ഇത് കൊള്ളാലോ, ഇതേ ഗ്ലോറിയസ് ലിറ്റിൽ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഒരു ക്യാൻഡിൽ അവർ അയച്ചു തന്നാണ്. നല്ല 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 ക്യാൻഡിൽസ് ആണ്, നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. ഇവർക്ക് ഇത് കസ്റ്റമൈസും ചെയ്യാം. ഇത് കണ്ട കാർ ഫ്രാഗ്രൻസ് ആണ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കാറിലേക്ക് ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കുകയും ചെയ്യാം. അതുപോലെ ഒരുപാട് ബ്യൂട്ടിഫുൾ ക്യാൻഡിൽസ് ഉണ്ട്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, ബർത്ത്ഡേ ഡെക്കറേഷൻസ്, അങ്ങനത്തെ ഉള്ളത് എല്ലാത്തിനും പറ്റിയ സാധനങ്ങൾ ഗ്ലോറിയസ് ലിറ്റിൽ വർക്ക്സിന്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങൾ പലരും ഒന്നിച്ച് പലയിടത്തും പോകുന്നതാണ്. ബോയ്സ് ഗേൾസ് എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല, പക്ഷെ ബിഹേവ് വെൽ. ഓക്കെ.